കിനാവിൻ്റെ തീരത്ത് ഭാഗം 45. അവൻ ചോദിച്ചപ്പോൾ മറുപടി എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു അവൾക്ക്. പിന്നെ ഒന്നും മിണ്ടാതെ അതേ കിടപ്പിൽ തിരിഞ്ഞ് അവൻ്റെ വയറിൽ കൈകൊണ്ട് അവൾ ചുറ്റിപ്പിടിച്ചു. സുധിയിൽ ഒരു പുഞ്ചിരി ഇടം നേടി. അവൻ തൻ്റെ ഇടം കൈയിലേക്ക് അവളുടെ തല ചേർത്ത് വെച്ചു. അവൾ തൻ്റെ വലം കൈയാൽ അവൻ്റെ വയറിനെയും ചുറ്റിപ്പിടിച്ചു. പിന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും ഇരുവർക്കുമിടയിലുണ്ടായില്ല. അവരുടെ ആ ചേർത്ത് പിടിക്കലിലുണ്ടായിരുന്നു അവനുള്ള മറുപടി. ഏതോ ഒരു അമ്പലത്തിലെ ഗാനം കേട്ടുകൊണ്ടായിരുന്നു മീര ഉറക്കമുണർന്നത്. മുറിയിലെ വെന്റിലേഷനിൽ നിന്നും ചെറുതായി വെളിച്ചം മുറിയിലേക്ക് എത്തുന്നുണ്ട്. രാത്രിയിൽ തന്നെ കിടത്തിയതുപോലെ തന്നെ കൈത്തണ്ണയിൽ തന്നെ കിടത്തി സുരക്ഷിതമായി വലയം ചെയ്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന സുധിയെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു പോയിരുന്നു. ഒപ്പം നാണവും. അവനെ ഉണർത്താതെ മെല്ലെ അവൻ തീർത്ത ആ സ്നേഹവലയത്തിൽ നിന്നും എഴുന്നേറ്റ് അവൾ ഡെസ്കിൽ വെച്ചിരുന്ന മൊബൈൽ ഫോൺ ഓണാക്കി നോക്കി. സമയം 6:04 അടുത്തിട്ടുണ്ട്. പൊതുവെ വീട്ടിൽ 5:45 ഉണരുന്നതാണ്. ഇന്നലത്തെ ക്ഷീണം കൊണ്ടും അലച്ചിൽ കൊണ്ടുമാണ് ഉറങ്ങാൻ വൈകിയത്. അതുകൊണ്ടാകും ഇത്രയും താമസിച്ചത് എന്നവൾക്ക് തോന്നിയിരുന്നു. അവനെ ഉണർത്താതെ തന്നെ ബാത്റൂം തുറന്ന് അകത്തേക്ക് കയറി വിസ്തരിച്ചൊന്ന് കുളിച്ചു. കുളി കഴിഞ്ഞ് തിരികെ ഇറങ്ങിയപ്പോഴേക്കും സുധി ഉണർന്നിട്ടുണ്ട്. ഉണർന്നുവെന്ന് മാത്രമല്ല, ആളെഴുന്നേറ്റ് ബെഡ്ഷീറ്റൊക്കെ ഭംഗിയായി വിരിച്ചിട്ടുമുണ്ട്. ഒപ്പം തന്നെ ജനലുകളൊക്കെ തുറന്ന് കർട്ടനൊക്കെ നീക്കിയിട്ടിട്ടുണ്ട്. താൻ വരുന്നതിന് മുൻപേ സുധി മുറിയിൽ നിന്ന് പോയി എന്നാണ് അവൾ കരുതിയത്. എന്നാൽ ബാത്റൂമിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കസേരയിൽ നിന്ന് മൊബൈൽ നോക്കുന്നവനെ അവൾ കണ്ടത്. ആശ്വാസത്തിൻ്റെ ഒരു നിറച്ചിരി അവളുടെ ചുണ്ടിൽ നിറഞ്ഞിരുന്നു. ആഹാ, താൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ? മൊബൈൽ ഫോൺ ലോക്ക് ചെയ്ത് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഇവിടുത്തെ ആദ്യ ദിവസമല്ലേ, കുളിയൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ ദിവസവും രാവിലെ കുളിക്കുന്ന ശീലമൊക്കെ ഉണ്ടോ? അതോ? ചിരിയോടെ അവൻ ചോദിച്ചു. സത്യം പറഞ്ഞാലില്ല, രാവിലെ കുളിക്കുന്നത് അത്ര ശീലമില്ലാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തണുപ്പിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് രാവിലെ എപ്പോൾ കുളിച്ചാലും തലയിൽ നീരിറങ്ങും. പിന്നെ നീളൻ മുടി ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങില്ല. തല കഴുകുന്നത് 2 ദിവസം കൂടുമ്പോഴാണ്. എന്നും വൈകുന്നേരം ദേഹം കഴുകി ഉറങ്ങാറാണ് പതിവ്, അവൾ പറഞ്ഞു. ചുരുക്കത്തിൽ കുളിയില്ലെന്ന് സാരം. ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളും ഒന്ന് ചിരിച്ചു പോയിരുന്നു. കുളി എന്നത് തലമുടി അടക്കം കഴുകണമെന്നല്ല, നമ്മുടെ ശരീരം വൃത്തിയാക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് തലയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൊച്ചു പിള്ളേരെ പോലെ വാദിക്കുന്നവളെ അവൻ ചിരിയോടെ നോക്കി നിന്നു. എങ്കിൽ ഞാനൊന്ന് പല്ലു തേച്ചിട്ട് വരാം, അതും പറഞ്ഞ് അവൻ ബാത്റൂമിലേക്ക് കയറിയിരുന്നു. തലയിൽ നിന്നും തോർത്തു മാറ്റി നന്നായിന്ന് തലമുടി മുൻപോട്ടിട്ട് തോർത്തിയിരുന്നു അവൾ. അത് കഴിഞ്ഞ് മുടിയിൽ വെറുതെ കുളിപ്പിന്നൽ പിന്നിയിട്ടു. അപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചിരുന്നു. നോക്കിയപ്പോൾ വീട്ടിൽ നിന്നാണ്. ഒരു പ്രത്യേക സന്തോഷത്തോടെ എടുത്തു. താൻ ഉണർന്നോ എന്നറിയാനാണ് അമ്മ വിളിച്ചത്. വീട്ടിലാണെങ്കിൽ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ 7 മണിവരെ കിടന്നുറങ്ങുന്നത് പതിവാണ്. ഇവിടെ അങ്ങനെ പാടില്ലെന്ന് അമ്മ ആദ്യമേ പറഞ്ഞിരുന്നു. ഒരു പക്ഷെ താൻ ഉറങ്ങിപ്പോയോ എന്ന ഭയമായിരിക്കും വിളിച്ചതെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്ന് തന്നെ അമ്മ ഫോൺ വെക്കുകയും ചെയ്തിരുന്നു. അപ്പോഴേക്കും പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് സുധിയും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവൾ പെട്ടെന്ന് തൻ്റെ ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു സിന്ദൂരച്ചെപ്പെടുത്തു. ഒരു കൗതുകത്തോടെ സുധി അത് നോക്കി നിന്നു. അടുത്തുള്ള വീട്ടിലെ ആൻറ്റി കൊണ്ടു തന്നതാ. അവരെ മൂകാംബികയിൽ പോയപ്പോൾ വാങ്ങിയതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിത് കൂടെ എടുത്തു, സിന്ദൂരച്ചെപ്പ് കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അത് നന്നായി. എന്തായാലും ആദ്യമായിട്ട് തൊടുന്നതല്ലേ, ഞാൻ തന്നെ തൊട്ടുതരാം. അവൻ തന്നെ ആ ചെപ്പിൽ നിന്നും ഒരു നുള്ള സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു. കുറച്ചു നേരം രണ്ടാളും ഒന്ന് നോക്കിപ്പോയി. എങ്കിൽ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് ചെല്ലട്ടെ, സുധിയുടെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു. നിൽക്കടോ, ഇവിടെ നിറങ്ങിപ്പോയാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണുന്നത് ചിലപ്പോൾ രാത്രിയിലായിരിക്കും. ഒരു കല്യാണം കഴിഞ്ഞ വീടായതുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വരും. അതിനിടയിൽ ഞാനും തിരക്കായി പോകും. പിന്നെ തന്നെ ഒന്ന് കാണാൻ എനിക്കും സമയം കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇന്നലെ തിരക്കും ക്ഷീണവും ഒക്കെ ആയതുകൊണ്ട് തന്നെ നന്നായി ഒന്ന് കാണാൻ പറ്റിയില്ല. എൻ്റെ ഭാര്യയെ ഞാനൊന്ന് കാണട്ടെ, അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആ നിമിഷം അവളുടെ മുഖത്ത് നാണം ചുവപ്പ് രാശി തീർത്തു. ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ച് സ്വന്തമാക്കിയതല്ലേ, കണ്ണു നിറച്ച് ഞാനൊന്ന് കാണട്ടടോ, അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവൻ പറഞ്ഞു. പിന്നെ അവിടെ നിറഞ്ഞുകിടന്ന മുടിയെ വകഞ്ഞുമാറ്റി അവളുടെ നെറ്റിയിലൊരു ചുംബനം നൽകി. അവൻ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് നൽകുന്ന ആദ്യ മുദ്രണം. അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയിരുന്നു. 2 കൈകൾ കൊണ്ടും അവൾ അവനെ മുറുകെ പുണർന്നു. തിരിച്ചവനും അവളെ തൻ്റെ കരവലയത്തിലാക്കി. 2 പേർക്കും ചെറിയൊരു ചമ്മൽ തോന്നിയിരുന്നു. എങ്കിലും കണ്ണുകളടച്ച് പരസ്പരം 2 പേരും ചമ്മലിനെ ദൂരേക്കെറിഞ്ഞു.
അവളെ തന്നിൽ നിന്നും അടർത്തി അവളുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി ഏറെ പ്രണയത്തോടെ അവൻ നോക്കി. അവൾക്ക് പരിചിതമല്ലാത്ത ഒരു ഭാവമായിരുന്നു അപ്പോൾ അവന്, ഒരു കാമുകന്റെ ലാസ്യഭാവം. വിറയ്ക്കുന്ന അധരങ്ങളോടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിലേക്ക് നീണ്ടു. സുധിയേട്ടാ. അവളുടെ ആ വിളിയാണ് അവനെ സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. സമയം ഒരുപാടായി. ഞാൻ ഇത്ര നേരമായിട്ടും അങ്ങോട്ടൊന്ന് ചെന്നില്ലല്ലോ. അമ്മയൊക്കെ എന്ത് കരുതും? അവനൊന്ന് ചിരിച്ചു. ശരി, ആദ്യത്തെ ദിവസം തന്നെ ഒരു മുഷിപ്പ് വേണ്ട. താൻ ചെല്ല്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ? ശരി. ചിരിയോടെ പോകുന്നവളെ നോക്കി കുറച്ച് സമയം അവൻ അങ്ങനെ തന്നെ നിന്നു. അത് കഴിഞ്ഞ് തോർത്തുമെടുത്ത് കുളിക്കാനായി അകത്തേക്ക് കയറി. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവൾക്ക് അല്പം പരിഭ്രമം തോന്നിയിരുന്നു. സതിയും സുഗന്ധിയും എന്തോ പറഞ്ഞുകൊണ്ട് ചായ കുടിക്കുകയാണ്. അവളെ കണ്ടപ്പോഴേക്കും രണ്ടുപേരുടെ മുഖഭാവം മാറുന്നത് അവൾ അറിഞ്ഞു. എങ്കിലും ഒരു ചിരി മുഖത്തണിഞ്ഞിരുന്നു സതി. ഞങ്ങൾ കരുതി ഉണരില്ലെന്ന് സതിയാണ് പറഞ്ഞത്. എഴുന്നേൽക്കാൻ കുറച്ച് താമസിച്ചു പോയി. ഇന്നലെ താമസിച്ചല്ലേ കിടന്നത്? പിന്നെ കുളിച്ചിറങ്ങിയപ്പോഴേക്കും നേരം വൈകി. ഒരു ക്ഷമാപണം പോലെ അവൾ പറഞ്ഞു. വീട്ടിലും ഈ സമയത്താണോ എഴുന്നേൽക്കുന്നത്? ഒരു ചിരിയോടെയാണ് സുഗന്ധി അത് ചോദിച്ചിരുന്നതെങ്കിലും തന്നെ ഒന്ന് കുത്തിയതാണ് എന്ന് മീരയ്ക്ക് മനസ്സിലായി. ക്ലാസ്സുള്ള ദിവസങ്ങളിലൊക്കെ നേരത്തെ ഉണരും. അവധിയാണെങ്കിൽ ഒരു 7 മണിക്കപ്പുറം പോവില്ല. ഇവിടെ അമ്മ 5 മണിയാവുമ്പോൾ എഴുന്നേൽക്കും. അമ്മയ്ക്ക് അല്ലെങ്കിലേ വയ്യ. അതുകൊണ്ടാണ് ഏട്ടൻ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചത് തന്നെ. രമ്യയുടെ കാര്യം പറയണ്ട, ഒരു ജോലിയും ചെയ്യില്ല. ഓഫീസിൽ ജോലിയുള്ളത് കൊണ്ട് വീട്ടിലെ ജോലിയും കൂടി ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് 8 മണിയായിട്ട് കഴിക്കാൻ സമയത്ത് ഇങ്ങോട്ട് പ്രതീക്ഷിച്ചാൽ മതി. ഞാനുള്ളപ്പോഴൊന്നും അമ്മയെക്കൊണ്ട് ചെയ്യാൻ സമ്മതിപ്പിക്കില്ല. എനിക്ക് പിന്നെ എപ്പോഴും ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. രാവിലെ 5 മണിയാവുമ്പോൾ ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ വരും. കണ്ണ് തെറ്റിയാൽ അമ്മ എന്തെങ്കിലും ജോലി ചെയ്യും. ഇന്നലെ തന്നെ കണ്ടില്ലേ, ശ്വാസം മുട്ടല. അതുകൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പോലും പറ്റില്ല. ഇനി എല്ലാ കാര്യങ്ങളും ഏട്ടത്തി വേണം നോക്കാൻ. പ്രായം കൊണ്ട് ഏട്ടത്തിയല്ല, പക്ഷെ കണക്കിന് ഏട്ടത്തിയല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചേ. അമ്മയെക്കൊണ്ട് അധികം ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത്. അധികമെന്നല്ല, ഒരു ജോലിയും ചെയ്യിപ്പിക്കരുത്. അമ്മയ്ക്ക് തീരെ വയ്യ. ഇങ്ങനെ നടക്കുന്നുവെന്നേ ഉള്ളൂ, സുഗന്ധി പറഞ്ഞു. എനിക്ക് മനസ്സിലായി. ഞാൻ ഇനി തൊട്ട് രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റോളാം. അമ്മ ഒരു ജോലിയും ചെയ്യേണ്ട. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത്. എന്നോട് വിരോധമൊന്നും കാണിക്കരുത്. എനിക്കറിയാം അമ്മയ്ക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നുവെന്ന്. ആ വിരോധം അമ്മ മനസ്സിൽ വയ്ക്കരുത്. ഞാനമ്മയെ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയാണ് കരുതുന്നത്. തിരിച്ചങ്ങനെ കരുതിയില്ലെങ്കിലും അമ്മ എന്നോട് വിരോധം കാണിക്കരുത്. അവരുടെ തുറന്ന പറച്ചിൽ കേട്ട് സതിയും സുഗന്ധിയും ഞെട്ടിപ്പോയിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.